Hi viewers, this is the continuation of the topic types of communication. Communication can be classified into different types. Already discussed about communication on the basis of relationship between parties. Now we will be discussing about how communication can be classified on the basis of direction of communication. They are classified into downward communication, upward communication, sideward communication, and diagonal communication. Let us discuss these in detail. On the basis of direction of message, communication can be classified into several categories. മെസ്സേജിൻ്റെ ഡിറക്ഷൻ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് കമ്മ്യൂണിക്കേഷനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. Communication of information from the higher to the lower level of management is known as downward communication. Higher level managementൽ നിന്നും lower level of managementലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് downward communication എന്ന് പറയുന്നത്. It takes place between a superior and subordinates. Superior subordinatesനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ്, മെമ്മോസ്, നോട്ടീസസ്, സർക്കുലേഴ്സ്, ലെറ്റേഴ്സ് എക്സെട്ര. ശ്രദ്ധിച്ചാൽ അറിയാം, ഇവയെല്ലാം തന്നെയും ഹയർ ലെവൽ മാനേജ്മെൻറ്റിൽ നിന്നും ലോവർ ലെവൽ മാനേജ്മെൻറ്റിലേക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് നൽകുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ്, മെമ്മോ, നോട്ടീസ്, സർക്കുലർ, ലെറ്റേഴ്സ് എന്നിവയൊക്കെ. ടിപ്സ് ഫോർ എഫക്റ്റീവ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടുന്നത്? Ensure that every employee receives a copy of company's details. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെ കയ്യിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. കമ്പനിയുടെ മിഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, അവിടുത്തെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആരൊക്കെയാണ്, ആ കമ്പനി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഓരോ എംപ്ലോയിയുടെ കയ്യിലും ഉണ്ടായിരിക്കണം. Ensure that every employee receives an employee handbook contains company policies. അതുകൂടാതെ എല്ലാ എംപ്ലോയീസിൻ്റെ കയ്യിലും എംപ്ലോയി ഹാൻഡ് ബുക്ക് ഉണ്ടായിരിക്കണം. എംപ്ലോയി ഹാൻഡ് ബുക്കിൽ കമ്പനിയുടെ പോളിസീസ് എന്തൊക്കെയാണെന്നും വ്യക്തമാക്കിയിരിക്കണം. Develop a set of procedures and include them in the operating manual. അതുപോലെ എല്ലാ എംപ്ലോയീസിൻ്റെയും കയ്യിൽ ഓപ്പറേറ്റിംഗ് മാനുവൽസ് ഉണ്ടായിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കയ്യിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ രീതി എങ്ങനെയാണ്, അതുപോലെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ എല്ലാ കയ്യിലും ഉണ്ടായിരിക്കണം. ആ ഓപ്പറേറ്റിംഗ് മാനുവലിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടുന്നത്, എന്താണ് പ്രൊസീജിയർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ടായിരിക്കും. ഇതെല്ലാ എംപ്ലോയിയുടെ കയ്യിലും ഉണ്ടായിരിക്കണം. Ensure that every employee has a copy of the job details and organization chart. ഇനി ഓരോ എംപ്ലോയിയുടെയും കയ്യിൽ ആ എംപ്ലോയി ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ആ എംപ്ലോയി ചെയ്യുന്ന ജോലി പോലെ തന്നെയും മറ്റുള്ള എംപ്ലോയീസും ഒരേ ജോലി ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ എല്ലാം കയ്യിൽ അവർ ചെയ്യുന്ന ജോലിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. മറ്റു ചിലർ വ്യത്യസ്തമായിട്ടുള്ള ജോലിയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ ജോലി കുറേ പേരുടെ സെയിം ആയിരിക്കും. അവരുടെ എല്ലാം കയ്യിൽ ഒരേപോലത്തെ ജോബ് ഡീറ്റെയിൽസ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ജോലിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പേരെല്ലാം ഒരേപോലത്തെ ജോലിയായിരിക്കും. അപ്പോൾ അവരുടെ ജോബ് ഡീറ്റെയിൽസ് സെയിം ആണ്. ഇനി വ്യത്യസ്തമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും കയ്യിൽ അവരവർ ചെയ്യുന്ന ജോലിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ചാർട്ട്
എല്ലാ എംപ്ലോയിയുടെയും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ആരൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ളത്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ലെവലിൽ ആരൊക്കെയാണ്, അതുപോലെ ലോവർ ലെവൽ മാനേജേഴ്സ് ആരൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഓർഗനൈസേഷൻ ചാർട്ട് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും. അടുത്തതായി, എൻഷുർ ദാറ്റ് ഓൾ എംപ്ലോയീസ് റിസീവ് ഇയർലി പെർഫോമൻസ് റിവ്യൂസ്. മറ്റൊന്ന്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തും എല്ലാ വർഷവും. എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് എത്രമാത്രം മികച്ചതാണ്, അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ട്, ഇത്തരത്തിലുള്ളൊരു ഇവാലുവേഷൻ, ഒരു വിലയിരുത്തൽ എല്ലാ വർഷവും നടത്തും. അതിനെയാണ് പെർഫോമൻസ് റിവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ പെർഫോമൻസ് റിവ്യൂ അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നതിൻ്റെ എല്ലാ വിവരങ്ങളും എംപ്ലോയീസിന് നൽകണം. എല്ലാ വർഷവും പെർഫോമൻസ് റിവ്യൂ നടത്തും, അതിൻ്റെ വിവരങ്ങൾ എംപ്ലോയീസിന് നൽകുകയും വേണം. ഇതൊക്കെ എംപ്ലോയീസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ എംപ്ലോയീസിന് അറിയാൻ പറ്റും ആരൊക്കെയാണ് സുപ്പീരിയർ ഓഫീസേഴ്സ്, ആരൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്ട്രക്ഷൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നൽകേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ എംപ്ലോയീസിനും വ്യക്തമാകും. നെക്സ്റ്റ്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ ലോവർ ലെവൽ ടു ദ ഹയർ ലെവൽസ് ഓഫ് അതോറിറ്റി ഈസ് നോൺ ആസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഓപ്പോസിറ്റായി ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവൽസ് ഓഫ് അതോറിറ്റിയിലേക്ക് ഇൻഫർമേഷൻ പോകുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസിമിനേറ്റ്സ് ഫ്രം ദ സബോർഡിനേറ്റ്സ് ടു ദ സുപ്പീരിയേഴ്സ്. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സബോർഡിനേറ്റ്സിൽ നിന്ന് സുപ്പീരിയേഴ്സിലേക്കാണ് മെസ്സേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. എക്സാമ്പിൾ, റിപ്പോർട്ട്സ്, കംപ്ലയിൻറ്റ്സ്, സജഷൻസ്, ലെറ്റേഴ്സ്, ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, ഫീലിങ്സ്, അപ്പീൽ, ഐഡിയാസ്, എക്സെട്ര. അങ്ങനെ സബോർഡിനേറ്റ്സിൽ നിന്ന് സുപ്പീരിയേഴ്സിലേക്ക് ഏതെല്ലാം ഇതിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉണ്ടാവുക. റിപ്പോർട്ട്സ്, കൃത്യമായിട്ട് എന്തൊക്കെയാണ് സബോർഡിനേറ്റ്സ് ജോലി ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്. കംപ്ലയിൻറ്റ്സ്, അതുപോലെ സബോർഡിനേറ്റ്സിൻ്റെ സജഷൻസ്, മറ്റ് ലെറ്റേഴ്സ്, എന്തെങ്കിലും സെയിൽസ് റിലേറ്റഡ് ആയിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള ലെറ്റേഴ്സ്. അതുപോലെ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, അവരുടെ ഫീലിങ്സ്, അവർ മറ്റുള്ളതിനെ ഏത് രീതിയിലാണ് കാണുന്നത്, അതാണ് അപ്പീൽ, അവരുടെ ഐഡിയാസ്. ഇത്തരം കാര്യങ്ങളെല്ലാം സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിലേക്ക് നൽകുകയാണ്. ടിപ്സ് ഫോർ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ മികച്ചതാക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വേണം. Ensure that all employees give regular status report to their superiors. എല്ലാ എംപ്ലോയീസും റെഗുലറായിട്ട് അവരുടെ ജോലി എത്രത്തോളം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വിവരം അവരുടെ സുപ്പീരിയേഴ്സിന് നൽകണം. Ensure that all supervisors meet their subordinates at least once a month. അതുപോലെ തന്നെ എല്ലാ സൂപ്പർവൈസേഴ്സും അവരുടെ സബോർഡിനേറ്റ്സിനെ മാസത്തിൽ ഒരു തവണയെങ്കിലും മീറ്റ് ചെയ്യണം. എല്ലാവരും ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തണം, കണ്ടക്റ്റ് ചെയ്യണം. എന്നിട്ട് സൂപ്പർവൈസേഴ്സ് സബോർഡിനേറ്റ്സിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് അവരുടെ അഭിപ്രായങ്ങൾ സുപ്പീരിയേഴ്സിനോട് പറയുകയൊക്കെ ആകാം. ഫീഡ്ബാക്ക് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം എംപ്ലോയീസ്. എംപ്ലോയീസിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്റ്റ് ചെയ്യണം. അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരെന്താണ് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ്, ഇനി മാനേജേഴ്സിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാമുള്ള ഫീഡ്ബാക്ക് അവരിൽ നിന്നും കളക്ട് ചെയ്യണം. അടുത്തതായി, റെസ്പെക്റ്റ് ദ ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈനിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതൊരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണെന്ന് ഓൾറെഡി പറഞ്ഞു. അത് ഓർഗനൈസേഷനിൽ അനുവദിക്കണം, എങ്കിൽ മാത്രമേ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുകയുള്ളൂ. അടുത്തതായി, sideward communication or horizontal communication. It is also known as lateral communication. Information which flows between people with equal status in the organization is sideward or horizontal communication. ഒരേ സ്റ്റാറ്റസിലുള്ള ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് സൈഡ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
It is usually interdepartmental communication. ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണിത്. എക്സാമ്പിൾ, സെയിൽസ് മാനേജർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രൊഡക്ഷൻ മാനേജർ. ഇവിടെ സെയിൽസ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരാണ്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സൈഡ് വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് but one holding a higher position than the other is known as diagonal communication. വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണിത്. പക്ഷേ സൈഡ് വേർഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ ഒരാൾ ഹയർ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ഒരുപക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇവിടെ ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജർ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ സബോർഡിനേറ്റ്സിനോടായിരിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ലീസ്റ്റ് യൂസ്ഡ്. പക്ഷേ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിട്ടേ ഉപയോഗിച്ച് കാണുന്നുള്ളൂ. അതിൻ്റെ കാരണം തന്നെ വ്യക്തമാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജർ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എംപ്ലോയീസിനോട് കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദിസ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ലീസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്.